നിന്നിഷ്ടം ദേവാ ആയിടട്ടെ. ഞാനോ മൺപാത്രം നിൻ കരത്തിൽ, നിൻ പാദത്തിൽ ഞാൻ കാത്തിരിക്കും. നിന്നിഷ്ടം പോൽ നീ മാറ്റുകന്നെ. നിന്നിഷ്ടം പോലെ ആകണമേ. നിൻ സന്നിധോ ഞാൻ താണിരിക്കും. നിൻ വചനമാം തണ്ണീരിനാൽ എന്നെ കഴുകി ശുദ്ധി ചെയ്യുക. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. നന്ദി കർത്താവേ, നന്ദി നന്ദി. അതിമനോഹരമായി നല്ല പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും വേണമപ്പാ. അതിനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും തന്ന് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പോക്കിലെ, വരവിലെ, വാഹനയാത്രയിലെ, വഴിയാത്രയിലെ, ജോലികാര്യങ്ങളിലെ, വിശ്രമവേളകളിൽ കൂടെയിരിക്കണം. വരാമായിരിക്കുന്ന സകലവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിനെ ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ വാഹനങ്ങളെയും കർത്താപ്പച്ചൻ അവിടുന്ന് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്തിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ സമർപ്പിക്കട്ടെ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്ന കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കട്ടെ കർത്താവേ. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങളുടെ ഹല്ലിൽ കുടുംബത്തെ തരട്ട് കർത്താവ്. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം തന്ന തലമുറകളെ നന്ദിയോടെ സ്തോത്രത്തോടൊപ്പം പാദപിടിച്ചിൽ ഏൽപ്പിക്കുന്നു. അവിടെ നിന്നുവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. നന്ദിയപ്പാ, നന്ദി നന്ദി കർത്താവേ, സ്തോത്രം. വീണ്ടും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കട്ടെ. അവരുടെ വിദ്യാഭ്യാസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ, ഡിഗ്രിക്ക് പഠിക്കുന്നവരെ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന്, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളെയും ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് OIT, IELTS പഠിക്കുന്നവരെ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റിൻ്റെ പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്നവരെ, അങ്ങനെ എല്ലാ മക്കളെയും ഞങ്ങൾ പേരുപേരായി ഓർക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ദൈവകൃപയിൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 10ലും 11ലും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തന്ന ജയത്തിനായിട്ടൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അഡ്മിഷൻ ആവശ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടപ്പാ. അവരാഗ്രഹിക്കുന്നവർക്ക് കൊടുത്ത് സഹായിക്കണമേ. തുടർ വിദ്യാഭ്യാസം മാനിക്കപ്പെടണം, അതിനായിട്ട് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. സ്കൂളുകളൊക്കെയും തുറക്കുന്ന കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കണമേ. ആരംഭം മുതൽ എൻ്റെ കർത്താവിനോട് ചേർന്ന് പഠിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. മാതാപിതാക്കളെ വിട്ട്, നാടും വീടും വിട്ട്, ഹല്ലേലൂയ കർത്താവ്, വിദുരതകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരെയും പേരുപേരായി സമർപ്പിക്കുന്നു. പഠനത്തിന് കഴിഞ്ഞ് കടന്നു പോയിട്ടുള്ളവരുണ്ട്, അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രു ആരെയും കാണല്, ദുഷ്ടപിശാച് തുടരുത്. ആരോഗ്യവും ബലവും കൊടുത്ത്, സമാധാനത്തിലും സന്തോഷത്തിലും ഭക്ഷണവും വസ്ത്രവും എല്ലാം കർത്താവ് കൊടുത്ത്, പാർക്കാൻ സൗകര്യം കൊടുത്ത്, നല്ല കൂട്ടുകാരെ കൊടുത്ത് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണു നനയാൻ സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ദൈവകൃപയിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എല്ലാം വളർത്തിത്തരണമേ. ബാലപീഠയിൽ നിന്ന് വിടുവിക്കണമേ. സ്വർഗമെല്ലാം മക്കളെ സൂക്ഷിക്കണമേ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ദൈവമായ കർത്താവേ. ഈ സമയം വീണ്ടും ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ചില കുഞ്ഞുങ്ങളുണ്ടപ്പോൾ അവർക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുത്ത് സഹായിക്കണമേ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പോൾ അവർക്ക് വേണ്ടി ഉപജീവനമാർഗത്തിൻ്റെ വഴി തുറന്നു കൊടുക്കുന്നത് ഓർത്ത് നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, വിവാഹപ്രായമായ മക്കളെ, വിവാഹപ്രായം കഴിഞ്ഞ മക്കൾ, വിവാഹത്തിന് മനസ്സില്ലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ, അങ്ങനെ എല്ലാവരെയും ഞങ്ങൾ പേരുപേരായി സമർപ്പിക്കുന്നുണ്ട്. സ്വർഗം കരുതണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം, ഒന്നിനും കുറവ് കൂടാതെ ശ്രേഷ്ഠമായത് കരുതിയൊരുക്കി
ദൈവമേ അവരുടെ മനസ്സിന് ഹാലലിയ കർത്താവെ സമാധാനവും സന്തോഷവും കൊടുക്കുന്നതായ ജീവിതം നയിപ്പാൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. മാസം ദൈവോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകി ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കണ്ട് സന്തോഷിപ്പാൻ സഹായിച്ചാട്ട് കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെയും സമർപ്പിക്കുന്നപ്പാ, തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഈ സമയം ഹാലലിയ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ടപ്പാ, അതിൻ്റെ സ്വസ്ഥതയും സമാധാനവും തന്നെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ പൂർണ്ണമായി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. പൂർണ്ണമായും അവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുക്കണമേ കർത്താവേ. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നവർക്ക് പാർക്കുവാൻ ഭവനമൊരുക്കണേപ്പാ. ഭവനം പണിയുന്ന മക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരുടെ ഭവനത്തിൻ്റെ പണിയെ പൂർത്തീകരിക്കണം. അതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണം. എല്ലാ നന്മകളാലും ഓരോ മക്കളെയും നിറയ്ക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുക. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗം ഏൽപ്പിക്കുന്നു. ബിസിനസ് ചെയ്യുന്ന മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ കഷ്ടനഷ്ടം കൂടാതെ ജീവനും ഭക്തിക്കും വേണ്ടുന്ന ദിനംതോറും കൊടുത്ത് ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. അവിടുന്ന് നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിയെ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിനെ കൂടെയിരിക്കണമേ അപ്പാ. സ്തോത്രം, സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ഹാലയിലെ പുതുവയസ്സിൽ പ്രവേശിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പുതുവർഷകാലം അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവകൃപയുടേതുമായി തീരട്ട് എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയും അനുഗ്രഹിക്കണമേ. പുതുവർഷക്കാലം പുതിയ നന്മകളാൽ അവരെ നടത്തണമേ. സന്തോഷത്തോടെ ജീവിപ്പാൻ സഹായിക്കണമേ കർത്താവേ. ദൈവമേ, ഞങ്ങളുടെ അനാഥരെ വിധവകളെ ഓർക്കുന്നു. കർത്താവ് സംരക്ഷിക്കുവാൻ ശക്തനാകിയാൽ സ്തോത്രം. മാതാപിതാക്കളില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദുരിതകളൊക്കെ ആയിരിക്കുന്നവരെ അനുഗ്രഹിക്കണേ, സഹായിച്ച് സൂക്ഷിച്ചണേ. നല്ല മാതാവും പിതാവുമായി അപ്പച്ചൻ കൂടിയിരുന്നവരെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലയിൽ ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണേ. ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സമാധാനവും സൗഖ്യവും ഞങ്ങളുടെ ദേശത്തിൻ്റെ മേലെ ഭവനങ്ങളിൽ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹാലേലുയ കർത്താവേ, ഞങ്ങളുടെ രോഗികളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ. രോഗികൾക്ക് സൗഖ്യവും സമാധാനവും അവിടുത്തെ പക്കലാ സ്വർഗം തന്നേ മതിയാകൂ. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവഹിക്കുമാറാകണം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും സൗഖ്യം പ്രാപിക്കാതെ പോയിട്ടില്ല സകല രോഗികളെയും തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭാണ്ഡ ദുഃഖം അനുഭവിക്കുന്നവരെ ഏൽപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അവരെ ആശ്വസിപ്പിക്കുമാറാകണം. ഹാലേലുയ കർത്താവേ, സ്തോത്രം, സ്തോത്രം. ഓരോ ആവശ്യങ്ങളെയും ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കുകയാണ്. ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനം, മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് വിടുവിക്കുന്ന ദൈവമാകയാൽ ഓരോ മക്കളുടെയും ആവശ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും നടുവിൽ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ഹാലേലുയ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. സുവിശേഷ വേലകളെ വേലക്കാരെ ഓർക്കുന്നു. വേല സ്ഥലങ്ങളെ സമർപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ, അതികഠിനമായ ചൂടിൽ കൂടിയൊക്കെ അടിയങ്ങൾ കടന്നുപോയി. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് ഞങ്ങൾക്ക് മഞ്ഞും മഴയും അയച്ചു തന്നു. ഹാലേലു. ഞങ്ങളുടെ ഹാലേലു കർത്താവേ, അവിടുന്ന് ഞങ്ങളെല്ലാം കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ. അനർത്ഥത്തിൽ നിന്നൊക്കെ അപകടത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. കൊടുങ്കാറ്റിൽ നിന്നും മഹാമാരിൽ ഞങ്ങളെ വിടുവിക്കണമേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. സ്വർഗം ഞങ്ങളെ സഹായിക്കും. നിശ്ചയമായും മാനിക്കും. അവിടുത്തെ ഹല്ലേലൂയ കരുണയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടും. ഞങ്ങളതോർത്ത് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം. അത് വളരണം, അത് ഉയരണം. എൻ്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.